ഹായ്, സൈക്കോanglerന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് നിസാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് 2-3 ദിവസം മുന്നേ നമ്മൾ നാട്ടിൽ വന്ന് ഒരു 3-ാമത്തെ ദിവസം നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ട്രിപ്പാണ്. അതേ നടക്കുള്ളൂ കേട്ടോ, കാരണം നമ്മൾ കുറേ പ്ലാൻ ചെയ്തിട്ടൊന്നും കാര്യമായിട്ട് അങ്ങനെ പോയിട്ടൊന്നും നടന്നിട്ടില്ല. പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഇന്നത്തെ എന്ന് പറഞ്ഞത് മെയിൻ ഫോക്കസ് ചെയ്തത് നമ്മൾ ജീറ്റിനെ പിടിക്കാൻ തന്നെയാണ്. അപ്പോൾ ഫുള്ള് ജീറ്റിനെ പിടിക്കുന്ന വീഡിയോ തന്നെയാണ് ഇന്നത്തെ എന്ന് പറഞ്ഞത്. 2-3 ദിവസത്തെ ഫിഷിംഗ് ആട്ടോ. അത് ഞാൻ ഡേ 1, ഡേ 2, ഡേ 3 എന്നായിട്ട് നമുക്ക് അങ്ങനെ മെൻഷൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സംസുണ്ട്, ബാബുണ്ട്, അതേപോലെ നമ്മളെ ആദിലുണ്ട്. അപ്പോൾ നമ്മൾ ജീറ്റിനെ ടാർഗറ്റ് ചെയ്ത് വന്നതാണ്. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിഞ്ഞൂടാ, കാരണം ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ. ഭയങ്കര പാറക്കെട്ടാട്ടോ, എങ്ങനെയായിരിക്കും എന്നൊന്നും അറിഞ്ഞൂടാ. നമ്മൾ പോപ്പറാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. തിരടിച്ച് തെറിപ്പിക്കും വേണമെങ്കിൽ അങ്ങോട്ട് നിന്നാൽ വണ്ടിയിലെ. നല്ലൊരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് കയറി നിന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അവിടെ വീണ് കഴിഞ്ഞാൽ കാല് പോയി നോക്കണ്ട, കാരണം അങ്ങനത്തെ ഒരു സ്പോട്ടാണ്. നമുക്ക് എന്തായാലും ലൂർ ബോക്സ് കുറച്ച് ബാക്കിൽ വെക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പോപ്പറാണ് ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പോപ്പറാട്ടോ ട്രൈ ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ് നമ്മുടെ പുതിയ റോഡ് പാൻ്റെ സ്നാപ്പറാണ്. റീല് സ്ട്രാഡിക്ക്. ഇതിൻ്റെ സ്വന്തം സാധനമല്ല, നമ്മൾ സംസുവിൻ്റെ കട എടുത്താണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വിസ്മിൻ തുടങ്ങി കേട്ടോ. എവിടെ അടിച്ചേ? ഇല്ലല്ലേ, എനിക്ക് അടിച്ച 4-5 സൈസ് ഉണ്ട്. കാരണം നല്ല കരണ്ട് സ്റ്റിക്ക് എടുത്താന്നില്ലേ. അതിലേ പോയോ? അയ്യേ, മേലെ ലൂസർക്ക് വല്ലാതെ ടൈറ്റ് അടിക്കണ്ട. ആ തിര വരുമ്പോ നോക്കിട്ടാ. സംസാരം മീൻ അടിച്ചിട്ടുണ്ടേ.
മെല്ലെ കൊടുത്താ മതി. അവിടെ ലൈന് പിടിച്ച് നോക്ക്. അടിപൊളി അടിപൊളി. അങ്ങോട്ട് കയറി ഇങ്ങനെ കയറി. ഫസ്റ്റ് മീൻ കയറിട്ടോ. സ്കൗട്ടർ നല്ലൊരു ഓപ്ഷനാ. പറഞ്ഞോടുക്ക എന്തൊക്കെ കാര്യങ്ങൾ. അതിന് വേലുണ്ട്, വലിയ തന്നെ വേലുണ്ട്. ഞാൻ നിക്കണൊരു സൂചിമോനല്ല, അപ്പുറത്ത് ഇങ്ങനെ അപ്പോൾ നമ്മളെ സെക്കൻഡ് ആണ്. നമ്മൾ വണ്ടിയിലിത് മുന്നിൽ പോകുന്നുണ്ട്, കാണുന്നുണ്ടോ അറിയില്ല. കാരണം നമ്മളെ ബെനിത്രോ മുന്നിൽ പോകുന്നുണ്ട്. സംസം ഉണ്ട്. അതിൽ നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മൾ പോയന്ന് അതിലല്ല, നമ്മളെ സംസൂന് ഒരു മീൻ കയറിയല്ലോ. അന്ന് പിന്നെ കാര്യമായിട്ട് വേറെ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇൻട്രോ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ എന്ത് ചെയ്തു, നമ്മളന്ന് വാൾനോക്കയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്പോട്ടിൽ നിന്ന് നമ്മൾ നേരെ തൂത്തുക്കുടി വന്ന് ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്ന് 1-2 സ്പോട്ടൊക്കെ പോയി. പക്ഷേ അവിടെ നിന്ന് കയറാൻ പറ്റില്ല. ഇവിടെ കുറേ നമ്മൾ ഈ മറ്റേ എന്താ പറയുക, ഇൻ്റർനാഷണൽ പോർട്ടിൻ്റെ ഭാഗമായതുകൊണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടുതലായിട്ട് ആൾക്കാരായിട്ട് കയറാൻ പറ്റില്ല. 1-2 ആൾക്കാരൊക്കെ പോകുമ്പോൾ കയറാം, 100 ആൾക്കാരുണ്ട് കണ്ട് കയറാൻ പറ്റിയിട്ടില്ല. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ ബോട്ടിലേക്ക് തന്നെ പോവാണ്. നമ്മളെ പിന്നെ ഇപ്പോൾ മുന്നിൽ പോകുന്നുണ്ട്, നോക്കാം. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് നേരം വെളിച്ചം വെച്ച് വരുന്നുള്ളൂ. 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു 5-5:45 ആകുമ്പോഴത്തേന് നേരം വെളുക്കുന്നുണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് സ്പോട്ടിലെത്തട്ടെ, എന്നിട്ട് ബാക്കി വിഷ്വൽസൊക്കെ അവിടെ വെച്ച് നോക്കാം. നമ്മളിപ്പോൾ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ സ്പോട്ടിൽ പോകുന്നതാണ്. ജനറേറ്ററിൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് വോയിസ് എത്രമാത്രം ക്ലിയർ ആണെന്നറിയില്ല. മാക്സിമം വിഷ്വലിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് നമ്മളെ ഫ്രണ്ടാട്ടോ ബെനത്ത്. നല്ല ക്യാമറയിലെ തള്ളിയിറക്കി. ഇതിലെ പ്രശ്നമല്ല, പിടിക്കാം. തട്ടി വെച്ചത് വലിച്ചതാണ്. കല്ലില് അതില്ല, ആദ്യം ഫസ്റ്റ് ഒന്ന് ട്രയൽ അടിക്കട്ടെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. മെല്ലെ ഒട്ടി പോടണം അല്ലേ? അവിടെ കല്ലിൻ്റെ അടുത്ത് വെക്കുന്ന രീതിയിൽ ചെയ്യട്ടാ.
ഓക്കെ ഫസ്റ്റ് മീൻ സ്ട്രൈക്ക് ചെയ്ത് പിടിച്ചോ ഞാൻ നോക്കിക്കോളാം. ട്രാക്ക മതി. ഓക്കെ ഫസ്റ്റ് മീന്. അടിപൊളി ജീട്ടിയാ ഈ എന്താ ഇട്ടീന്ന്? അതൊരു വീഡിയോ എടുക്കണം. ഫസ്റ്റ് മീനാ. ഗപ്പ് നിങ്ങളെ കയ്യിലുണ്ടോ? മീനിനെ എവിടെ തൂക്കും? ഓക്കെ അതിലാണ് വിടരുതിട്ടാ. ഫസ്റ്റ് മീനാണ്, ഫസ്റ്റ് കാസ്റ്റാണ്. അധികം ബലം കൊടുക്കണ്ട, കൺട്രോൾ ചെയ്ത് കൊണ്ടാൽ മതി. ലൂറിലാണ് അടിച്ചപ്പോൾ ഇവിടെ പക്ക സൈലന്റ് അല്ലേ? കുറച്ച് ഡൗൺ ചെയ്ത് പുള്ള് ചെയ്തോ? അത് ചിലപ്പോ ഓടിട്ടാ. സ്റ്റിക്ക് നോക്കണേ. സൂപ്പർ കുറച്ചൊന്ന് ഒരു പൊടിക്കിട്ടാ അധികം കൂട്ടാ ടൈറ്റ്. എന്നിട്ട് കൺട്രോൾ മറ്റേ ഓടുകയാണ് മീൻ. അതിന്റെ കൺട്രോൾ കിട്ടുന്നില്ല. പുള്ളി പമ്പ് ചെയ്തെടുക്ക്. ലൂറ് അത് ആളെടുക്കും. ജീറ്റ് ഫസ്റ്റ് ഓക്കെ നൈസ്. എന്നാ സ്പീഡിൽ പോയിക്കോ. ഓക്കെ നെയിം പറഞ്ഞേ, പേര് പറഞ്ഞേ. സ്റ്റീഫൻ. ഓക്കെ അപ്പൊ നമ്മൾ 2 പേര് കേട്ടോ. ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ജീറ്റ് നോക്കി കയറിട്ടോ, ബാക്കിലൊക്കെ നോക്കുമ്പോ. ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്ത് നോക്കട്ടോ. കല്ലിൻ്റെ ഉള്ളിൽ പോവോ? കല്ലിന്നാ നേരെ എറിയുന്നു. എറുമ്പോ എപ്പോഴും ബാക്കിൽ പോയിക്കൊണ്ടിട്ടാ. സ്ലോല നിങ്ങൾ കാസ്റ്റ് ഇല്ല കാസ്റ്റ് ഉടക്കുന്നു. ലൈറ്റാ പൊന്താണ്. ഇല്ല പോപ്പർ, ചൈന പോപ്പർ. അത് വേറെ ആൾക്കൂടെ കുറച്ച് പെർസാ ഉണ്ട്. പെർസാ ചെറുതില്ല. കുറച്ച് ടൈറ്റ് കുറച്ച് ലൂസ്, കുറച്ച് ഹെവിയാ. സെക്കൻഡ് ആദിലിന്റെ പമ്പ് ചെയ്ത് അങ്ങനെ കുറച്ച് ലൂസ് ചെയ്തല്ലേ? കുറഞ്ഞ ഒച്ച ലൂസ്. ലൂസ് എടുക്കണ്ടേ? പൊട്ടിച്ചതാ, ലൈന് പൊട്ടിയതാ. പിന്നാടി 1.5 മീറ്റർ പുതുസാ സ്ക്രാച്ച് ആയിട്ടുണ്ടാവും. അത് അവിടെ കാസ്റ്റ് ചെയ്തിരുന്നല്ലോ വാൾനോക്കം. അതില് എടാ ഒന്നര മീറ്റർക്ക് അതൊക്കെ മേലെ ഉണ്ടായിരുന്ന ലീഡർ ലൈന്. അത് ലൈന് പ്രോബ്ലം.
അതാണ് ലൂറൊന്ന് കാശ്മീരി വന്നു ലൈഫിൽ ഇതൊക്കെ സോഫ്റ്റ് ലൂറ് 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 അങ്ങോട്ട് പോകണ്ടിട്ടാ ഉടക്കിയാ നിർത്തോ ഇല്ല അതിൽ വീണ്ടും അഗൈൻ 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 അതിൽ അതിനങ്ങോട്ട് തള്ളി കൊണ്ടുവരാ இந்த போட்டில லக்கி மேன் மதி கொன்ற Yes, JD, JD. Second. Kai paat hai. Pinnadi ukkar. Enga side ah. Meduva vaanga play panni prachana illa. Samso. Slowly. வெளிய வந்துட்டல வெளிய வந்துக்கறல സംസുനെ മീൻ അടിച്ചിട്ടുണ്ടോ സംസുനെ മീൻ അടിച്ചിട്ടുണ്ട് ഏതാ ലൂറാ സംസോ അതിന്റെ ലൂർ ആ സെയിം തന്നെ അങ്ങനെ സംസം മീനിനെ പിടിച്ച് കയറ്റിരിക്കണേ ഓക്കെ അടിപൊളി നല്ല നോക്കാം അല്ലേ വാല കയറിക്കും മുക്കറി മൂറ് എടുക്കാം അടിപൊളി അറിയില്ല അത് ടൈറ്റിലാ ഓ സ്റ്റിക്ക് കൊണ്ടുവരാം ഇല്ല എന്റെ ക്യാമറ വർക്ക് ചെയ്യാം ലൂസർക്ക് ഓടിയടാ ഇല്ല பக்கத்துல வந்திருக்கு അടിയിൽ നിൽക്കാണ് അടിയിൽ നിൽക്കണം മീന് ഇല്ല പ്രശ്നമില്ലടാ വരും മീൻ വരും
സീനില്ല. പറഞ്ഞില്ലടാ ഇതിന് വലുത് ഞാനാ പിടിക്കുള്ളത്. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ജീട്ടി കേട്ടോ, ഒരു ബിഗ് സൈസില്. ആ താങ്ക് യു ബ്രോ, താങ്ക് യു. ഓക്കെ പൊളി. ഇത് ലൂറ് നല്ല എൻജോയ് ചെയ്ത് പിടിച്ചാണ്ട് നിർത്താണ്ട്. ആ കെട്ട് സ്ട്രോങ് ആട്ടാ, ഉറപ്പിച്ച്. സംസ്ഥാനം മീൻ അടിച്ചിട്ടുണ്ട്. മെല്ലെ മതിയല്ല. പോയോ? മിസ്സായിച്ച്. അതാണ് സ്ലോവിൽ എടുത്താൽ മതിയത്. അപ്പോൾ ഇന്നത്തെ ഈ ഫിഷിങ് നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 11:30 മണിയോട് കൂട്ടിയിട്ട് 11:30 ആയപ്പോഴത്തേന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ കരയിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ബോട്ടിൻ്റെ എഞ്ചിന് കംപ്ലൈൻ്റ് ആയതിനു ശേഷം നമ്മളൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറോളം നമ്മൾ ആ കടലിൽ പോയ സ്പോട്ടിൻ്റെ ഭാഗത്ത് തന്നെ ആങ്കർ ഇട്ടിട്ട് നമ്മൾ ബോട്ട് നിർത്തി. അങ്ങനെ കരയിൽ നിന്നും വേറൊരു ഫ്രണ്ടിനെ വേറൊരു ബോട്ട് വിളിച്ച് വരുത്തിയിട്ട് നമ്മൾ അതിൽ ടൈ ചെയ്തിട്ടാണ് പിന്നെ കരയിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ കുറച്ച് മീനെ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ തൂത്തുക്കുടിയിലായിരുന്നു, ബോട്ട് ഫിഷിങ്ങിനാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മൾ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നേരെ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്ത് നേരെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടി പോയിട്ടോ. നേരെ നമ്മൾ പോകുന്നത് കന്യാകുമാരിയാണ്. കന്യാകുമാരിയിലാണ് നമ്മൾ അടുത്ത 3ാമത്തെ ദിവസം പോയത്. ഫസ്റ്റ് ദിവസം വാൾനോക്കം, അത് കഴിഞ്ഞിട്ട് തൂത്തുക്കുടി, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇനി പോകാൻ പോകുന്ന 3ാമത്തെ ഡേ എന്ന് പറഞ്ഞത് കന്യാകുമാരി. ഓക്കെ, അപ്പം ഇനി ആ സ്പോട്ടിൽ പോയിട്ട് കാണാം. കിട്ടിയ മീൻ നമ്മൾ ബോക്സിൽ ഐസ് കയറ്റി കുറച്ചും കൂടി കൂടുതൽ ഐസ് അടിപ്പിച്ചാട്ടാ. ഞാൻ നേരെ അങ്ങോട്ട് പോലെ നാളെയൊക്കെ അതൊക്കെ പോടും, ഒക്കെ ചെറിയ സാധനമല്ലേ. മുരുവല് കുറച്ച് ചെറിയ ടൈറ്റ് ഉണ്ടേ മതിയാ, ചെറിയ ടൈറ്റ്, ആ ടൈറ്റിൽ പിടിച്ചാൽ നിർത്തുന്നേ. മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഹോൾഡ് ചെയ്ത് നിന്നോ. ഹോൾഡ് ചെയ്ത് നിന്നോ. ഡേ മീൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നോക്കട്ടാ. ഇങ്ങോട്ട് ഓടിക്കല്ലേ, കൺട്രോൾ ചെയ്യ്. അങ്ങോട്ട് ഓടിക്കല്ലേ കേട്ടോ.
ഹോൾഡ് ചെയ്താ പമ്പ് ചെയ്തോ ഇനി പമ്പ് ചെയ്തോ നിൽക്ക് ആ ഓക്കെ ഓടുകയാണെങ്കിൽ നിർത്തി കൊടുക്കുക ഓക്കെ റൺ ചെയ്യട്ടെ പമ്പ് ചെയ്തോ തിര വരുമ്പോ പമ്പ് പൊളി ആ പമ്പ് ഇനി പോരുന്നുണ്ട് മീൻ പോരുന്നുണ്ട് ഓക്കെ നൈസ് പൊളി എടാ മീനിങ്ങനെ തള്ളുകയാണെങ്കിൽ പമ്പ് ചെയ്യരുത് കേട്ടോ മീനിങ്ങനെ തള്ളുമ്പോ പമ്പ് ചെയ്യരുത് അപ്പൊ അവിടെ ഓടാനുള്ള ആ മീനൊരു ഹോൾഡ് ചെയ്ത് നിൽക്കൂലേ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാൽ പമ്പ് ചെയ്താൽ മതി റൺ ചെയ്യട്ടെ പമ്പ് ആ പമ്പ് സ്പീഡാക്കി എടാ ഒന്ന് ഡൗൺ ചെയ്ത് പമ്പ് ആ ചുറ്റും സ്പൂള് ഈ ഇങ്ങോട്ടൊക്കെ ആദ്യമല്ലേ സബൂറാക്കിയിട്ട് ഡൗൺ ചെയ്യുമ്പോ ഫാസ്റ്റ് ആയിട്ട് റിട്രീവ് ചെയ്യും ആ ഓക്കെ അങ്ങനെ തന്നെ ഓക്കെ യെസ് അതന്നെ ടെൻഷൻ അടിക്കണ്ട അത് ഓടുകയാണെങ്കിൽ ജസ്റ്റ് ആ ഹോൾഡ് ചെയ്ത് നിൽക്കാം ഒരു 45 ഡിഗ്രിയില് മീന് കുറച്ചിങ്ങനെ എത്തിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ പോരോണ്ടിട്ടാ അങ്ങോട്ട് പോകുന്നേ മീൻ അധികപ്പെടുത്ത് കളിപ്പിക്കാൻ പറ്റില്ല അങ്ങോട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ നേരെ ഈ ഗ്യാപ്പിലൂടെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കിയാൽ മതി ആ പോരുന്നുണ്ട് മീൻ പോരുന്നുണ്ട് തള്ളിക്കോ ഇങ്ങോട്ടേക്ക് അല്ല ഇനി അവിടെ നിന്ന് കളിക്കരുത് ഇനി എന്റെ അഭിപ്രായത്തിലേ ഇനി അവിടെ നിന്ന് കളിക്കല്ലേ മെല്ലെ മൂവ് ചെയ്യണം അങ്ങോട്ട് നിന്ന് കളിച്ചാൽ കിട്ടൂലെന്ന് ഇങ്ങനെ വരണം അങ്ങോട്ട് മെല്ലെ നോക്കിയിറങ്ങി ഇങ്ങനെ പോ ബാക്ക് പോല ഇങ്ങനെ വാ ഈ കല്ലിന്റെ അങ്ങോട്ട് കൊടുത്ത മീൻ അതിലിരിക്കും അതാ ഞാൻ പറഞ്ഞത് ഇനി കുറച്ച് ടൈറ്റ് കൊടുത്താ കുറച്ച് ഒരു പൊടിക്കിട്ടാ ഒരു പൊടി ആ ഓക്കെ ലൂസാണല്ലോ ഒന്നും കൂട്ടായിട്ടേ നല്ല ലൂസാണ് ആ മതി ഇനി പമ്പേ നിർത്തി മീനും കേട്ടോ തീ കേട്ടോ ഗപ്പ വണ്ടിയല്ലേ എടാ തിര വരുമ്പോഴേ തിര മറിയില്ലേ അതിൽ പമ്പ് ചെയ്ത് നോട്ടിട്ടോ പമ്പ് ആ തിര വരുമ്പോ പമ്പേ അങ്ങോട്ട് പോകുമ്പോ നിർത്തി കൊടുത്തോണ്ടി തിര അങ്ങോട്ട് പോവില്ലേ അപ്പൊ ഹോൾഡ് ചെയ്ത് നോട്ടിട്ടോ പമ്പ് ചെയ്യരുതേ അഞ്ഞു തിര പമ്പ് ഇങ്ങോട്ട് വരുമ്പോ പമ്പേ എടാ അങ്ങോട്ട് ഓടുന്നുണ്ട് റൈറ്റ് ഓടുന്നുണ്ട് ഒന്ന് പമ്പേ തര വരുന്നത് ആ അങ്ങനെ കൊണ്ടുവരാ മീൻ ബദം കെട്ടിക്കടാ മീൻ അങ്ങോട്ട് ഓടുകയാണ് ഇങ്ങോട്ട് പമ്പ് ചെയ്തോട് ഏതാ ലൂറാണ് പറക്കൂടാ വീട്ടിനെ
ഇങ്ങനെ ഈ സൈഡിൽ കൂടി കൊടുത്താൽ മതി, സീനില്ല. അവിടെ കൊടുന്ന് കയറ്റാം. മെല്ലെ ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. വെള്ളം നനയാൻ റെഡി ആയിക്കോ. വെള്ളം വന്ന് നോക്കുമ്പോഴേ ഇങ്ങോട്ട് ഇറങ്ങിയെന്നാൽ മതി. ഇങ്ങോട്ട് ഇറങ്ങിയെന്നാൽ മതി. ഇല്ല സീനില്ല. പമ്പേ ആ കല്ലിലിരുത്തരുത് കേട്ടോ. പമ്പേ ഇനി മീൻ പൊന്താൻ നിൽക്കരുത്. ഇത് കാളാഞ്ചിക്കണ പോലെ നിൽക്കൂല. കല്ല് നോക്കണേ. നീ ഇങ്ങനെ വൈഡാക്കി പിടി. സ്റ്റിക്ക് കുറച്ച് വൈഡാക്കി പിടിച്ച് വലിക്ക്. അവിടെ നിർത്ത് തേരാൻ അങ്ങോട്ട് വലിയുണ്ട്. ആ വലിവിൽ നിർത്തി കൊടുക്കുക. സ്റ്റിക്ക് ഒന്ന് കുറച്ച്. ഓക്കെ പമ്പ് സ്പീഡ് ബാക്ക് താത്തി മാക്സിമം താത്തിയിട്ട് പമ്പ് ചെയ്തോ. വലിവില്ല. ഇനി അവിടെ നിർത്ത്. ഒന്ന് മാക്സിമം താത്തി പമ്പ് ചെയ്യും കേട്ടോ. അതല്ലേ ഞാൻ പറഞ്ഞത്. പമ്പേ നിനക്ക് ഓൾഡേ ആഞ്ഞു പമ്പേ തൊടി. കല്ലിൽ ഓൾഡയാ. ഈ തിര വരുമ്പോ പമ്പ് ചെയ്യട്ടോ. ഓക്കെ പമ്പേ കൈ അടഞ്ഞിണ്ടാവും. കണ്ട് അത് മീൻ പൊന്തിയില്ലേ എന്തേ പറച്ചോനെ ഞാൻ പിടിക്കണ. ഒന്ന് ഫ്രീ ആക്കി. അത് ലൂറ് ഉടക്കിയതാണോ ഒരു ഡൗട്ട്. മീൻ മീൻ ഇറങ്ങി പോറ്റ ഇങ്ങോട്ട് പോറ്റ തരണ്ട്. നിനക്ക് റണ്ണേ പോര് നിക്കടാ. അങ്ങനെ പോരൂല. ആടപ്പടെ മീൻ ഇവിടെടാ. നിക്ക് കണ്ടു പോരുമ്പോ ഇറങ്ങിക്കാൻ പറ്റുമോ നോക്ക്. നിക്കണേ തരവൊക്കെ ഹോൾഡ് ചെയ്തിക്കണേ. നോക്കി ഇറങ്ങിട്ടാ. എടാ വാലിന് പിടിച്ചടാ. അടിപൊളി എന്താ മോനെ. നൈസ് വൺ. അല്ലിപ്പുറം എടുത്ത അടുത്ത കാസ്റ്റ് ചെയ്യ. നോക്ക് പൊളി മാൻ. ഏതാ നോക്ക. ഹവാസിന്റെ ആണത്. ഹവാസിന്റെ ലൂറാണ്. ഹവാസിന്റെ ഒരു ഫോട്ടോ എടുത്തരാ. റോഡ് ഇതാക്കിയിരിക്കണം.